ഹായ്, നമസ്കാരം. ആഹ്, ആഹ്, ഞാനിവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ്റെ പുതിയ ഇഷ്യൂ. ഉണ്ണി മുകുന്ദൻ അടിച്ചു എന്ന് പറയുന്ന വിപിൻ, ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ. അത് ആക്ച്വലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരാൾ, ഇപ്പോൾ വിപിൻ എന്ന വ്യക്തി, ആള് ഉണ്ണി മുകുന്ദനെ ആയിട്ട് ഇത്രയും വിരോധം, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഒരു ഉണ്ണിമൂന്നൻ ആളോട് പല രീതിയിലും മോശമായ ബിഹേവിയർ, അല്ലെങ്കിൽ ഒരുപാട് ടോർച്ചറിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് ചിലപ്പോൾ അയാൾ ഒരു മാനേജരാണല്ലോ. ഉണ്ണിമൂന്നൻ മാനേജറാണെന്ന് പറയുകയാണെങ്കിൽ ആൾക്കൊരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഉണ്ണിമുകുന്ദനോട്. ചിലപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എനിവേ, വിപിൻ എന്ന് പറയുന്ന ആൾ ഉണ്ണിമുകുന്ദൻ അടിച്ചു എന്ന് പറയുന്നത്, ഉണ്ണിമുകുന്ദൻ പൂർണ്ണമായും അതിൽ അടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കണ്ണാട പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ടോവിനോ സമ്മാനം കൊടുത്ത കണ്ണാട എന്നതാവില്ല. കാരണം കണ്ണാട ഇപ്പോൾ നമ്മൾ ഒരു മാറ്റർ സംസാരിക്കാൻ വരുമ്പോൾ കണ്ണാട വെച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിമൂന്നൻ ആരായാലും, ഇപ്പോൾ ഞാനായാലും, ഇപ്പോൾ ഞാൻ കാശ് കൊടുത്ത് ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് കണ്ണാട വെച്ച് നെഞ്ചു മിരിച്ച് വന്നാൽ ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടില്ല. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഉണ്ണിമുകുന്ദൻ കാണിച്ചിട്ടുണ്ടാവുക. കാരണം ഉണ്ണിമുകുന്ദൻ്റെ ഉപ്പും ചോറും കഴിച്ച് വന്ന ആൾ പെട്ടെന്ന് ഉണ്ണിമുകുന്ദനെതിരെ ഇങ്ങനെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അതിപ്പോൾ ഞാനായാലും ആരായാലും നമ്മൾ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് അത് പ്രതികരിക്കുക. പക്ഷേ ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ ഉണ്ണിമുകുന്ദൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇപ്പോൾ ഇത് അടിച്ചുവെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു ആളുടെ ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് വന്ന് ഉണ്ണിമുകുന്ദനോട് ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ വെറുതെ ഒരാൾ വന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ഒരാൾ കുറ്റം പറയില്ല അല്ലേ. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഉണ്ണിമുകുന്ദനും അല്ലെങ്കിൽ വിപിനും മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. CCTV ക്യാമറയിൽ അത് അടിച്ചത് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാലും അവിടെ എന്തൊക്കെയോ ഉണ്ണിമുകുന്ദൻ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വിപിൻ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ പറയുന്നത്, ഉണ്ണിമുകുന്ദൻ്റെ ജീവിതത്തിൽ ഉണ്ണിമുകുന്ദനെ എതിരെ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിപിൻ എന്ന ആൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ണിമുകുന്ദനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ട് ഉണ്ണിമുകുന്ദൻ ആളോട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതെന്താണെന്ന് അറിഞ്ഞാലേ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇനി നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വേറെ വീഡിയോ ഞാൻ ഇടാം കുറച്ച് കഴിഞ്ഞ ശേഷം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്സ്. പിന്നെ ഇവിടെ ഉണ്ണിമുകുന്ദൻ പറയുന്നത് മുഴുവൻ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മാർക്കോ സിനിമയ്ക്ക് ശേഷം എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ
ഇവിടെ ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിന്നിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആർക്കും ഡയറക്റ്റായിട്ട് ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി മുഖേനയാണ് ഉണ്ണിമുകുന്ദനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ വിപിൻ എന്ന ആളെ ഒഴിവാക്കേണ്ടതാണ് സത്യം. കാരണം ഇവിടെ വന്നിരുന്ന ഈ മാളികപ്പുറം ആയാലും മേപ്പടിയാനായാലും ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഉണ്ണിമുകുന്ദനും പിന്നെ ഡയറക്ടർക്കും തന്നെയാണ്. അപ്പോൾ ഇവിടെ ബാക്കി ഈ ഉണ്ണിമുകുന്ദൻ ഇനി ചെയ്യാൻ പോകുന്ന പടങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു മാനേജരെയും ഒരാളെയും വെക്കേണ്ട കാര്യമില്ല ഇവിടെ. ഇനിയിപ്പോൾ അങ്ങനെ വെക്കിയാൽ തന്നെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ഉണ്ണിമുകുന്ദനെ പറ്റുമോ എന്നുള്ളത്. കാരണം ചില വ്യക്തികൾ അങ്ങനെയാണ്. ചില വ്യക്തികൾക്ക് ഒരിക്കലും മറ്റൊരു ആളുടെ അഭിപ്രായം വെച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ആളുടെ ഒരു വിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുവെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഒരു മാനേജറെ വെക്കേണ്ട, എല്ലാം നേരെ പോകുന്ന രീതിയിൽ ചെയ്യുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് ആളെ പേഴ്സണലായിട്ടൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ആളുടെ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ആളാണ്. ആളുടെ സൗന്ദര്യം മാത്രമല്ല അതല്ല ഞാൻ പറയുന്നത്. കാരണം ചില വ്യക്തികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരാളെ കുറിച്ച് കുറ്റം പറയുകയോ നല്ലത് പറയുകയല്ല എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഉണ്ണിമുകുന്ദനെതിരെ കുറേ ഡയറക്ടേഴ്സും ഒരുപാട് പേര് കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആനന്ദഭദ്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അതിൻ്റെ 2 പാർട്ട് ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് സെക്കൻഡ് ഡേ ഉണ്ണിമുകുന്ദൻ ഒരു മിന്നായം പോലെ പോയി എന്നാണ് പറയുന്നത്. കാരണം അത്രയും നാൾ ആ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സിനിമയ്ക്ക് അഡ്വാൻസ് വരെ കൊടുത്ത് ആ സിനിമ ഫസ്റ്റ് ഡേയിന് ശേഷം അതിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ ഈ നക്ഷത്രങ്ങൾ പോലെയാണെന്ന് പറയുന്നത്. മിന്നി ഏത് സമയത്താണ് അപ്രത്യക്ഷമാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ സിനിമ കാണുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് സിനിമാ നടന്മാരായിട്ടുള്ളത്. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിക്കണം.